എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? കോസ്റ്റിംഗ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ക്ലിയർ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഡൗട്ട്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് പറയണം കേട്ടോ. അപ്പോൾ എനിക്കറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ എന്താന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ക്ലാസ്സിൽ മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് പറ്റും. പിന്നെ MCQs മാത്രമായിട്ട് അങ്ങനെ ചെയ്യുന്ന ഇടയ്ക്ക് അങ്ങനെ ചോദിച്ചിരുന്നു 2-3 പേര്, ഇങ്ങനെ ചെയ്യാമോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അത് മാത്രം അങ്ങനെ ചെയ്ത് അങ്ങനെ പഠിച്ചത് കൊണ്ട് ഇപ്പൊ നമുക്ക് പ്രത്യേകമായിട്ടൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഡീപ്പായിട്ടുള്ള ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ, എഴുതാനായിട്ട് പറ്റുള്ളൂ. കാരണം നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് ഇതാണ് 1 വേർഡ് ആണ്, എന്താണ് കോസ്റ്റ്, ഇങ്ങനെ ജസ്റ്റ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് അത് കാര്യം മാത്രം മനസ്സിലാക്കി പഠിച്ചുകൊണ്ടിരുന്ന കാലമൊക്കെ പണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ ജനറൽ PSCയിൽ പോലും നമ്മുടെ അറിവ് നല്ല പോലെ മനസ്സിലാക്കി നമ്മളെ ആ ഏരിയയിൽ എത്രമാത്രം നമുക്ക് കാര്യങ്ങൾ അറിയാമെന്നുള്ളതാണ് ഓരോ എക്സാമിനും ആ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ പ്രത്യേകിച്ച് മാറ്റം വരാനൊന്നുമില്ല. ഓരോ സബ്ജക്ട്സിലുള്ള നമ്മുടെ ഡീപ്പായിട്ടുള്ള അറിവ് നമുക്ക് ആ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ MCQ ഒക്കെ ചെയ്യുന്നത് ലാസ്റ്റത്തേക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സാം നല്ല ടഫ് ആയിരിക്കും എന്ന് തന്നെയുള്ള രീതിയിൽ തന്നെ, ആ ഒരു മുൻവിധിയിൽ തന്നെയാണ് പഠിക്കുന്നതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം അങ്ങനെ ടഫ് ആവുമ്പോൾ എങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഏറ്റവും ടഫായിട്ടുള്ള ഏരിയാസ് ഒക്കെ നമ്മൾ ആദ്യം പഠിക്കുക, എന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ലാസ്റ്റത്തേക്ക് മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം അതായത് പഠിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷമല്ല, നമ്മൾ ഒരു മൊഡ്യൂള് ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു എന്ന് വിചാരിക്കുക. ആ ചാപ്റ്ററിന് ശേഷം പഠിച്ചതിന് ശേഷം നമുക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഒരു രീതിയിൽ പോകാനാണ് കേട്ടോ ഞാൻ താല്പര്യപ്പെടുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കിയാലോ, ഇന്ന് നമുക്ക് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് നോക്കാം. അപ്പൊ കോസ്റ്റിംഗ് എന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടൻസി, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, നോഷണൽ കോസ്റ്റ്, ഇത് സങ്ക് കോസ്റ്റ്, ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ വീണ്ടും പറയുകയാണ്, ഫസ്റ്റ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇങ്ങനെ ഓർഡറിൽ തന്നെ കണ്ടുപോവുക. അപ്പോൾ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കമ്പനീസിനും ഓരോ ഇൻഡസ്ട്രീസിനും ഓരോ ടൈപ്പിലുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സ് ആണ്, പ്രോസസ് ആണ്, ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനി ഫോളോ ചെയ്യുന്ന കോസ്റ്റ് അസർട്ടൈനിങ് മെത്തേഡ് ആയിരിക്കില്ല മറ്റൊരു ഇൻഡസ്ട്രിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതായത് കോസ്റ്റിംഗ് മെത്തേഡ്സ് എന്നതുകൊണ്ട് ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ: മെത്തേഡ്സ്, പ്രോസസ് ആൻഡ് ടെക്നിക്സ് എംപ്ലോയ്ഡ് ഇൻ ദ അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ്. നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഏത് രീതിയിലുള്ള മെത്തേഡ്സ്, പ്രോസസ്സ്, ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് ഇൻഡസ്ട്രി ടു ഇൻഡസ്ട്രി അത് എന്ത് ചെയ്യും, വേരി ചെയ്യും. അങ്ങനെ ചെയ്താൽ മാത്രമേ എല്ലാ ഇൻഡസ്ട്രിയിലും, ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരിക്കില്ല നമ്മൾ വേറൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്യുന്നത്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വേരിയേഷൻ വന്നാൽ മാത്രമേ മെത്തേഡുകൾ പല ഇൻഡസ്ട്രിയിലും പല രീതിയിലുള്ള കോസ്റ്റിംഗ് ടെക്നിക്സ് ആയിരിക്കും, പ്രോസസ് ആയിരിക്കും ഉപയോഗിക്കുന്നത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ. എങ്കിലും മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു റീസണബിൾ സ്റ്റാൻഡേർഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളത് എന്തൊക്കെയാണ് ആ മെത്തേഡ്സ് എന്ന് പറയാണ്. അപ്പോൾ ഇത് പഠിപ്പിക്കാനായിട്ടുള്ള കാരണം, നമുക്ക് ഇതെല്ലാം ഓരോന്നും ഓരോ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാനുള്ള സാധ്യതകളുള്ള ഏരിയാസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ജോബ് കോസ്റ്റിംഗ് ആണ്.
ജോബ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ അറിയാമല്ലോ, ജോബ്, ജോലി, ജോലിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുക. അതായത് കോസ്റ്റിംഗ് ഇവിടെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഓരോ ജോബിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ വർക്ക്, അല്ലെങ്കിൽ ഓർഡർ, അല്ലെങ്കിൽ പ്രോജക്റ്റ് സെപ്പറേറ്റ്ലി. അതായത് നമുക്ക് ഒരു ഓർഡർ തന്നിട്ട് നമ്മൾ ചില ജോലികളൊക്കെ ചെയ്യില്ലേ, ഓർഡർ ബേസ്ഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യില്ലേ, അത്തരം ഇൻഡസ്ട്രീസിന്, അത്തരം കമ്പനീസിനാണ് ഈ ജോബ് കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരാൾ ഒരു കേക്കിന്റെ ഓർഡർ തന്നു. ആ ഓർഡർ തരുമ്പോഴല്ലേ അതൊരു ജോബായിട്ട്, ആ ഒരു ഓർഡർ എന്ന് പറയുന്ന വൺ പർട്ടിക്കുലർ ജോബാണ്. അപ്പൊ ആ ഒരു ഓർഡറിന്റെ കോസ്റ്റ്, ഓർഡർ കിട്ടിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള എക്സ്പെൻസും കാര്യങ്ങളും ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്ത് അതിന്റെ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഓരോ ഓർഡർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് അനുസരിച്ച് മെറ്റീരിയൽ കോസ്റ്റ്, വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇതെല്ലാം ഓരോന്നിൻ്റെയും, ഓരോ ജോബ് നമ്മൾ എടുക്കുമ്പോഴും, ഓരോ ഓർഡർ നമ്മൾ എടുക്കുമ്പോഴും എന്ത് ചെയ്യും, ഓരോ വർക്ക് നമുക്ക് കിട്ടുമ്പോഴും നമ്മൾ അത് സെപ്പറേറ്റ് എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ പറഞ്ഞ എത്രയേ ഉള്ളൂ, ജോബ് കോസ്റ്റിംഗിൽ എന്താണ്, സ്പെസിഫിക് ഓർഡർ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ കമ്പനീസ് ആണ് ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? ഇത് പറഞ്ഞത് ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി അടുത്തത് ബാച്ച് കോസ്റ്റിംഗ്. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ബാച്ചസ് ആയിട്ട്, ഒരു ഡെഫിനിറ്റ് ബാച്ചസ് ആയിട്ട് കുറച്ചധികം നമ്പർ ഓഫ് പ്രോഡക്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബാച്ച് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ അവിടെ ഫോളോ ചെയ്യുന്നതാണ് ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കുറച്ചധികം പ്രോഡക്റ്റ്, ഒരു ലോട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോഡക്റ്റ്, അത് ഒരേ രീതിയിലുള്ള പ്രോഡക്റ്റുകളായിരിക്കും, പക്ഷെ അത് എന്താണ് ചെയ്യുന്നത്, പല ബാച്ചസ് ആയിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത്തരം പ്രോഡക്റ്റുകൾ അത് എന്തിനായിരിക്കും, ചിലപ്പോൾ അത് ഇമ്മീഡിയറ്റ് സെയിലിനാവാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്റ്റോക്ക് ആയിട്ട് കീപ്പ് ചെയ്യാനായിരിക്കാം. അപ്പൊ എന്തായാലും ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് സിമിലർ നേച്ചറിലുള്ള ആർട്ടിക്കിൾസ്, സിമിലർ നേച്ചറിലുള്ള പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നു, ഒരു ബാച്ചസ് ആയിട്ട്, ലോഡ്സ് ആയിട്ട് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇത്തരം കേസിൽ നമ്മൾ ചെയ്യുന്നത് ആ ടോട്ടൽ ബാച്ചിന്റെ കോസ്റ്റ് എത്ര വരുമെന്ന് കണ്ടുപിടിച്ചിട്ട്, അപ്പോൾ ഓരോരോ പ്രോഡക്റ്റ്, ആ ബാച്ചിൽ ഇഷ്ടംപോലെ പ്രോഡക്റ്റുകൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും ഒറ്റ ബാച്ചിൽ, പക്ഷെ ഓരോ പ്രോഡക്റ്റിന്റെയും സെപ്പറേറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാതെ ടോട്ടൽ ബാച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റിനെ എത്ര യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരുന്ന, നമുക്ക് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് കോസ്റ്റ് വരുന്ന കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ബാച്ച് കോസ്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് വൺ കോൺട്രാക്ട് കോസ്റ്റിംഗ്. കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ അറിയാലോ, കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, കോൺട്രാക്ട് വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ, അതായത് ബിൽഡേഴ്സ്, എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്താ കോൺട്രാക്ട് ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരാ. അതിൻ്റെ ഒരു ജോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു ബിഗ് നേച്ചറിലുള്ള വലിയ ജോബും ആയിരിക്കും. അത് നമുക്ക് റൺ ചെയ്യാൻ, ആ ജോബ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരു ലോങ് പീരിയഡ് ആവശ്യവും ഉണ്ടാവും. അത്തരം കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ് കോൺട്രാക്ട് കോസ്റ്റ്. അപ്പോൾ ഒരു സെപ്പറേറ്റ് കോൺട്രാക്ട് അക്കൗണ്ട് നമ്മൾ ഇതിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് ക്ലിയർ ആയോ? അപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് ഏതിനാണ് യൂസ് ചെയ്യുന്നത്? ഈ ബിൽഡേഴ്സും അതുപോലെ സിവിൽ എഞ്ചിനീയേഴ്സും കോൺട്രാക്ടേഴ്സും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു നേച്ചർ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ജോബ് ഈസ് ബിഗ് ആൻഡ് സ്പ്രെഡ് ഓവർ ലോങ് പീരിയഡ് ഓഫ് ടൈം. ക്ലിയർ ആയോ കോൺട്രാക്ട് കോസ്റ്റിംഗ്? നമ്മൾ ഇച്ചിരി സ്പീഡപ്പ് ആക്കുകയാണ്, കാരണം നമുക്ക് എല്ലാ പോർഷനും നമുക്ക് എല്ലാം പറയണ്ടേ ഒറ്റ ക്ലാസ്സിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പീഡ്. ഇതൊന്നും ജസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുമല്ലോ. നെക്സ്റ്റ് എന്താണ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിങ്ങിന്റെ പ്രത്യേകത എന്താണ്? Is a method of costing applied in such concerns where the process of production is completed in
കമ്പ്ലീറ്റിംഗ് സ്റ്റേജസ്, അതായത് പല പല സ്റ്റേജിലൂടെ കടന്നു പോയിട്ട് ഒരു ഫിനിഷിംഗ് പ്രോസസ്സിൽ എത്തണമെങ്കിൽ അത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പല 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 സ്റ്റേജസിലൂടെ കടന്നു പോകേണ്ടി വരുന്ന അത്തരം ഇൻഡസ്ട്രീസിൽ, അത്തരം കമ്പനീസിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാം. അതായത് നമ്മൾ എ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ബി എന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ബിയുടെ എന്തായിരിക്കും, ബി എന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ഇൻപുട്ട് ആയിരിക്കും. ബി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ബി എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ബി എന്ന് പറയുന്ന സി എന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഇൻപുട്ട് ആയിരിക്കും. അങ്ങനെ ഒരെണ്ണത്തിന്റെ എന്തായിട്ട് വരും, ഇൻപുട്ടായിട്ട് വരും. എന്നിട്ടാണ് അവസാനം ഒരു ടോട്ടൽ ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? ദ ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ്, ഒരു പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് കംപ്ലീറ്റ് ടിൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. നമുക്ക് ഫൈനലി ഒരു പ്രോഡക്റ്റ്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് എന്താണോ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പല പ്രോസസ്സുകളിലൂടെ നമ്മൾ കടന്നു വരുവാണ്. ഓരോ പ്രോസസ്സിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്ന അടുത്ത പ്രോസസ്സിലേക്കുള്ള ഇൻപുട്ടാണ്. ഇൻപുട്ട് അങ്ങനെ കടന്നു വരുന്ന അവസാനം നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പൊ ഇത്തരം ഒരു ഇൻഡസ്ട്രി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഏത് കോസ്റ്റിംഗ് ആണ്? പ്രോസസ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ കെമിക്കൽ മാനുഫാക്ചറിങ്, ഫാർമ ഇൻഡസ്ട്രീസ്, ഓയിൽ റിഫൈനിങ്, പെയിന്റ് മാനുഫാക്ചറിങ്, അങ്ങനെയുള്ള സിമെന്റ് മാനുഫാക്ചറിങ്, ഇവിടെയൊക്കെ ഏത് അപ്ലൈ ചെയ്യാം? പ്രോസസ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണ്. ഓപ്പറേഷൻ കോസ്റ്റിങ്ങിന് മറ്റൊരു പേര് സിംഗിൾ ഓർ ഔട്ട്പുട്ട് ഓർ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയും. ഓപ്പറേഷൻ കോസ്റ്റിംഗ് അപ്പോൾ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഐഡന്റിക്കൽ പ്രോഡക്ട്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഓപ്പറേഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഐഡന്റിക്കൽ പ്രോഡക്ട്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിനാണ് ഓപ്പറേഷൻ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മൈനിങ്, ക്വാറി, ബ്രിക്ക് വർക്ക്സ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇൻഡസ്ട്രീസിനൊക്കെ എന്താണ്, അവര് ഓപ്പറേഷൻ കോസ്റ്റിംഗ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും, പല ബാച്ചസ് ആയിട്ടല്ല. ബാച്ച് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പല ബാച്ചസ് ആയിട്ട് ഐഡന്റിക്കൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇവിടെ ഓപ്പറേഷൻ കോസ്റ്റിംഗിൽ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്, കണ്ടിന്യൂസ്ലി ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ആ ഒരു ഗിവൺ പീരീഡിൽ എത്ര ഐറ്റംസ് ആണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് എക്സ്പെൻഡിച്ചർ വന്നു ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ കിട്ടും. ഓപ്പറേഷൻ കോസ്റ്റിംഗ് ഇപ്പോൾ ക്ലിയർ ആകുന്നുണ്ട്? ഓപ്പറേഷൻ കോസ്റ്റിംഗിൽ നമുക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഡ്യൂറിങ് എ ഗിവൺ പീരിയഡ്. ഒരു പ്രൊഡക്ഷന് വേണ്ടി ടോട്ടലി ഇൻകർ ചെയ്ത ഒരു എമൗണ്ട് ഡിവൈഡഡ് ബൈ ആ ഒരു ഗിവൺ പീരിയഡിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ചെയ്ത് കഴിയുമ്പോൾ പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഓപ്പറേഷൻ കോസ്റ്റിംഗ് ക്ലിയർ ആയോ? ഇത് അപ്ലൈ ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്? ദിസ് മെത്തേഡ് ഈസ് അപ്ലൈഡ് ഇൻ ഇൻഡസ്ട്രീസ് ലൈക്ക് മൈൻസ്, ക്വാറീസ്, ബ്രിക്ക് വർക്ക്സ് എക്സെട്ര. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ സർവീസ് കോസ്റ്റിംഗ്. സർവീസ് ഇത് ഓപ്പറേഷൻ ആണെങ്കിൽ ഇത് ഓപ്പറേറ്റിംഗ്. സർവീസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ സർവീസ് ഇൻഡസ്ട്രീസ് അപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് അണ്ടർടേക്കിംഗ്, പവർ സപ്ലൈ കമ്പനീസ്, ഹോസ്പിറ്റൽസ്, ഹോട്ടൽ, ഇവിടെയൊക്കെ നമുക്ക് സർവീസ് കോസ്റ്റിംഗ് മെത്തേഡ്സ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡ് എന്താണ്, എത്ര ഒരു സർവീസിന് എന്ത് കോസ്റ്റ് ആവും, കോസ്റ്റ് ഓഫ് സർവീസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സർവീസ് ഇൻഡസ്ട്രീസിലാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സർവീസിനും അവർ ഓരോ ചാർജ് ആയിരിക്കും ഈടാക്കുന്നത്, അല്ലേ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഇനി അടുത്തത് എന്താണ്? മൾട്ടിപ്പിൾ കോസ്റ്റ്. മൾട്ടിപ്പിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായ 2 or more മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. അപ്പോൾ
ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സെയിം പ്രോഡക്റ്റിൽ തന്നെ നമ്മൾ രണ്ടോ അതിലധികമോ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ചില ഇൻഡസ്ട്രിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ പല കമ്പോണൻസും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓട്ടോമൊബൈൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി ഒരു കാറോ അല്ലെങ്കിൽ ഒരു ബൈക്കോ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ പല ഭാഗങ്ങൾ, എൻജിൻ, അതുപോലെ ലൈറ്റിങ്, അതുപോലെ തന്നെ അതിൻ്റെ എന്താ പറയുക സീറ്റ്, ടയർ, ഇതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള കമ്പോണൻസ് ആണ്. ഇതെല്ലാം അസംബിൾ ചെയ്യുമ്പോഴാണ് അതൊരു ഫൈനൽ ഒരു ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറായിട്ട് വരുന്നത്. അപ്പോൾ ഇതെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. കമ്പോണൻസ് എല്ലാം ഒന്നിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഡിഫറെൻ്റ് ആണ്, ഇൻവോൾവ് ചെയ്യുന്ന ലേബർ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കോസ്റ്റുകൾ ഇത്തരം സാഹചര്യത്തിൽ ഈ ഒരു ഇൻഡസ്ട്രി ഒരേ ടൈപ്പിലുള്ള കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു നേച്ചർ ഓഫ് മാനുഫാക്ചറിങ് അനുസരിച്ച്, ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് അനുസരിച്ച് നമുക്ക് എന്ത് വരും, കോസ്റ്റിംഗ് മെത്തേഡ്സിൽ, ടെക്നിക്സിൽ വ്യത്യാസം വരും. അപ്പോൾ അവിടെ നമ്മൾ പല മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് മൾട്ടിപ്പിൾ കോസ്റ്റിംഗ്. ഓക്കെ, ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് എന്താണ്, ഈ ഫാം കോസ്റ്റിംഗ് ഒക്കെ ഞാൻ വിടുകയാണ്. ജസ്റ്റ് ഇത് ഫാം കോസ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ഫീൽഡിൽ കേട്ടോ, ഫാമിംഗ് ഓപ്പറേഷൻസിന് വേണ്ടി വരുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതാണ് ഫാം കോസ്റ്റിംഗ്. ക്ലിയർ ആവുന്നുണ്ടോ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്? അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ പറഞ്ഞു, നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഏതൊക്കെ പറഞ്ഞു? ജോബ് കോസ്റ്റിംഗ് പറഞ്ഞു, ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, സർവീസ് കോസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് തന്നെയാണ് സർവീസ് കോസ്റ്റിംഗ്, മൾട്ടിപ്പിൾ കോസ്റ്റിംഗ് ആൻഡ് ഫാം കോസ്റ്റിംഗ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ടെക്നിക്സ് നേരത്തെ പഠിച്ചത്, ഇപ്പോൾ പഠിച്ചത്, തൊട്ട് മുമ്പ് പഠിച്ചത് മെത്തേഡ്സ് ആണ്. ഇത് നമ്മുടെ ടെക്നിക്സ് ആണ്. ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോസ്റ്റ് ഡേറ്റ എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ആ കോസ്റ്റ് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ടെക്നിക്സിൽ. അപ്പോൾ ഇത് കോസ്റ്റിംഗ് ടെക്നിക്സ് എന്തിനെ സഹായിക്കും? കോസ്റ്റ് കൺട്രോളിനെ സഹായിക്കും. അതുപോലെ തന്നെ മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് കോസ്റ്റിംഗ് ടെക്നിക്സ്. അതും ഇതുപോലെ തന്നെയാണ് പല ഇൻഡസ്ട്രീസും പല രീതിയിലുള്ള ടെക്നിക്സ് ആണ് പലരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെക്നിക്സ് ആൻഡ് കോസ്റ്റിംഗ്, ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആർ ദ ടെക്നിക്സ് and the different ways of analyzing and presenting cost. എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നത്, അനലൈസ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ടെക്നിക്സിൽ വരുന്നത്. അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് വേണമെങ്കിലും പറയാം. ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോസ്റ്റിംഗ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് ഏതൊക്കെയാ ടെക്നിക്സ് നോക്കാം. ഫസ്റ്റ് വൺ, മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റ്. അപ്പൊ മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ ടെക്നിക്ക് അനുസരിച്ചിട്ട് വേരിയബിൾ കോസ്റ്റ്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പിലുള്ള കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രൊഡക്ഷൻ, എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു തരത്തിലും മാറ്റം വരാത്ത കോസ്റ്റാണ് ഫിക്സഡ് കോസ്റ്റ്. നമ്മളൊരു ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ നടത്തുന്നു. 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും നമ്മൾ ആ ഫാക്ടറിക്ക് കൊടുക്കേണ്ട റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ റെന്റ് എന്ന് പറയുന്നത് അത്രയും യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, വേരി ചെയ്യുന്നില്ല, മാറ്റം വരുന്നില്ല. അപ്പൊ അതൊരു എന്ത് കോസ്റ്റാണ്? ഫിക്സഡ് കോസ്റ്റ് ആണ്. നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുന്നു, ഇത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണോ ഇൻഷുറൻസ് അടയ്ക്കുന്നത്? അല്ല. ഫോർ എ ലോങ് പീരീഡ് അതെന്ന് പറയുന്നത് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ പ്രൊഡക്ഷൻ ഓഫ് യൂണിറ്റ്സിനനുസരിച്ച് അല്ലെങ്കിൽ ലെവൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ചോ ഡിക്രീസ് ആവുന്നതിനനുസരിച്ചോ ചേഞ്ചസ് വരാത്ത ടൈപ്പ് ഓഫ് കോസ്റ്റ് ആണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് അനുസരിച്ച് നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിലോട്ട് എന്ത് ചെയ്യുന്നു, വേരിയബിൾ കോസ്റ്റുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചാർജ് ചെയ്യുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഫിക്സഡ് കോസ്റ്റ് ഒരിക്കലും എടുക്കുന്നില്ല. ഈ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യാണ്, റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അറ്റ് പ്രസന്റ് നമ്മളൊരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് അതിന്റെ വേരിയബിൾ മെറ്റീരിയൽ, ലേബർ അതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് കണ്ടുപിടിക്കാം. മെറ്റീരിയൽ കോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് മെറ്റീരിയലിന്റെ കോസ്റ്റ് കൂടില്ലേ? 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടുന്ന അത്രയും മെറ്റീരിയൽസ് ആണോ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്? അല്ല. അപ്പൊ ഇത്തരത്തിലുള്ള കോസ്റ്റുകളാണ് ഈ മാർജിനൽ കോസ്റ്റിങ്ങിന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റിന്റെ ഒരു പ്രൈസ് ഫിക്സേഷനൊക്കെ ഈ ഫിക്സഡ് കോസ്റ്റ് വലിയ രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നില്ല എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ വേരിയബിൾ കോസ്റ്റ് മാത്രം എടുക്കുന്നത്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് എന്താണ്? ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ചാർജിങ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റിന്റെ പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്ന എല്ലാ തരം ഡയറക്റ്റ് കോസ്റ്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പ്രോഡക്റ്റിലോട്ട് അല്ലെങ്കിൽ ആ പ്രോസസ്സിലോട്ട് ചാർജ് ചെയ്യുന്നു. അതായത് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, ആ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ പ്രോസസ്സിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നു. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ എന്താണ്, നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന ടൈമിൽ നമ്മൾ അത് റൈറ്റ് ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റുകൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അറ്റ് പ്രസന്റ് നമ്മൾ കോസ്റ്റ് കാൽക്കുലേഷന് വേണ്ടി എടുക്കുന്നില്ല. അപ്പൊ ഇൻഡയറക്റ്റ് കോസ്റ്റ് ഒക്കെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ ലെവലിലൊക്കെ വരുന്ന ചില കോസ്റ്റുകൾ, ഒരു ലീഗൽ ചാർജസ്, അങ്ങനെയുള്ള ചില കോസ്റ്റുകൾ ഉണ്ടല്ലോ. അവിടെ അക്കൗണ്ടൻസിന് കൊടുക്കുന്ന കോസ്റ്റ്, അങ്ങനെയുള്ള ചില ചാർജുകൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ നിലവിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കോസ്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, പ്രോസസ്സിലോട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൽ ചാർജ് ചെയ്യുന്നില്ല. അതാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അടുത്ത് എന്താണ്? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ തരത്തിലുള്ള ഓൾ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് കോസ്റ്റ് അസർടൈൻമെന്റിന് വേണ്ടി നമ്മൾ വേരിയബിൾ കോസ്റ്റും എടുക്കുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റും എടുക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് അബ്സോർപ്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? ഇറ്റ് ഈസ് എ പ്രാക്ടീസ് ഓഫ് ചാർജിങ് ഓൾ വേരിയബിൾ മാനുഫാക്ചറിങ് കോസ്റ്റ് ആൻഡ് ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ് ടു ഓപ്പറേഷൻ ആൻഡ് റൈറ്റിംഗ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഈ അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സും എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. അപ്പൊ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങില് നമ്മൾ എടുക്കുന്നത് ഏതൊക്കെയാണ്? വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് പ്രൊഡക്ഷൻ എക്സ്പെൻസ് ഓവർഹെഡ്സും എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് പ്രോഫിറ്റ് ഉണ്ടാകുന്ന പീരീഡിൽ എപ്പോഴാണോ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, റൈറ്റ് ഓഫ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആയോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അടുത്തത് എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, നേരത്തെ തന്നെ നമ്മൾ മുൻകൂട്ടി കണ്ടെത്തിയിട്ടുള്ള കോസ്റ്റാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് നമ്മൾ ഓൾറെഡി സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് വന്ന് നോക്കും. എന്നിട്ട് സ്റ്റാൻഡേർഡും ആക്ച്വലും കൂടെ കമ്പയർ ചെയ്തിട്ട് വേരിയേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ്, എന്താണ് ഡീവിയേഷൻസിന് കാരണം എന്നുള്ള
എന്നുള്ളത് അസർട്ടൈൻ ചെയ്യും. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റാൻഡേർഡ് ഒരു 10 രൂപ വരുന്ന സ്ഥാനത്ത് നമുക്ക് ആക്ച്വലി വന്നത് 12 രൂപയോ 14 രൂപയോ ആണെന്നുണ്ടെങ്കിൽ ഈ 4 രൂപയുടെ ഡീവിയേഷൻ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മൾ അസർട്ടൈൻ ചെയ്യും. അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കോസ്റ്റ് കൺട്രോളിനും വേസ്റ്റേജ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് എന്താണ്? യൂണിഫോം കോസ്റ്റിംഗ്. അപ്പോൾ യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരേ രീതിയിലുള്ള കോസ്റ്റിംഗ് മെത്തേഡ്സ് പ്രാക്ടീസ് ഒക്കെ ഒരേപോലെ ഫോളോ ചെയ്യുന്നതാണ് യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ കമ്പനീസും ഒരേ രീതിയിലുള്ള ഒരു കോസ്റ്റിംഗ് മെത്തേഡ്സ് ടെക്നിക്സ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ മെറ്റീരിയൽ കോസ്റ്റ് ആയിക്കോട്ടെ ലേബർ കോസ്റ്റ് ആയിക്കോട്ടെ അതിനൊക്കെ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സെയിം മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് യൂണിഫോം കോസ്റ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തത് എന്താണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുക. നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് കണ്ടുപിടിക്കുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റ് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള കോസ്റ്റ് ആണ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് കോസ്റ്റ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ഇൻകേർഡ്. അപ്പോൾ ഒരു വർക്ക് ചെയ്യാൻ, ഒരു ജോലി കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എന്തുമാത്രം കോസ്റ്റ് ആണ് വന്നിരിക്കുന്നത്, അത് ഓൾറെഡി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, അസർട്ടൈൻ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇറ്റ് എയിംസ് അറ്റ് അസർട്ടൈനിങ് കോസ്റ്റ് ആക്ച്വലി ഇൻകേർഡ് ഓൺ വർക്ക് ഡൺ ഇൻ ദ പാസ്റ്റ്. മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള ജോലികളുടെ അതിനൊക്കെ എന്ത് കോസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് അനലൈസ് ചെയ്യുന്നതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് ഏകദേശം ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓരോ ഭാഗങ്ങളും നല്ല വ്യക്തമായിട്ട് വൃത്തിയായിട്ട് പഠിച്ചു പോവുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ പ്രോബ്ലം ചെയ്യുമ്പോഴും അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.